നമ്മളിവിടെ ഈ ഒരു ബേബി ഫ്രോക്ക് ചെയ്യുന്നത് 22 ചെസ്റ്റ് സൈസിലാണ് കേട്ടോ. അതായത് ഒരു 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന പാകത്തിലാണ്. അപ്പോൾ ഫുൾ ലെങ്ത് ഞാൻ തയ്യൽ തുമ്പ് ഉൾപ്പെടെ കൊടുക്കുന്നത് 22 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് വേണ്ട ശരിക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. പിന്നെ തയ്യൽ തുമ്പ് അഡീഷണൽ 1 ഇഞ്ചും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഷോൾഡർ ആണ് 4.5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാനൊരു 5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആം ഹോൾ ഡെപ്ത് ആണ്, അതും ഞാൻ 5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ചെസ്റ്റ് റൗണ്ട് 22 ആണ്. അപ്പോൾ അതിൻ്റെ 4/1 എടുക്കുക, അതിനോടൊപ്പം ലൂസ് കൊടുക്കുക, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ തയ്യൽ തുമ്പ് ഫാബ്രിക്കിലോട്ട് വരയ്ക്കുമ്പോഴല്ല കൊടുക്കുന്നത്, പാറ്റേണിൽ തന്നെ തയ്യൽ തുമ്പ് വരുന്ന രീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ആം ഹോൾ ഡെപ്ത് എടുത്തല്ലോ, അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതേപോലെ കണ്ടുപിടിക്കുക. നമുക്ക് ആം റൗണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത് ആണ്. അത് ഞാനിവിടെ ഒരു 8 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഷോൾഡറും കൂടെ തയ്ച്ചു പോകുന്നുണ്ടായി 8 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് കുറഞ്ഞു പോകും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനോടൊപ്പം അഡീഷണൽ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി ടോട്ടൽ 8.5 ഇഞ്ചിലാണ് നമ്മൾ വേസ്റ്റ് ലെങ്ത് എടുക്കുന്നത് കേട്ടോ. ഇനി ആ ലൈനിലായിരിക്കണം നമ്മുടെ വേസ്റ്റ് സൈസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് വന്നിട്ട് 21 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 എടുക്കുക, പിന്നെ അതിനോടൊപ്പം 1/2 ഇഞ്ച് ലൂസും പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹിപ്പ് ലെങ്ത് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ 11 ഇഞ്ചൊക്കെ മതിയാകും. പക്ഷെ ഇവിടെ ഷോൾഡർ അടിച്ചു പോകുമ്പോൾ നമ്മൾ കറക്റ്റ് 11 ഇഞ്ച് തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1/2 ഇഞ്ച് റെഡ്യൂസ് ആയി പോകും ഷോൾഡർ തയ്ച്ചു കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലെങ്ത് എത്രയാണോ അതിനോടൊപ്പം 1/2 ഇഞ്ച് അഡീഷണലും കൂടി ഇട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ 11.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ലൈനിലായിരിക്കണം നമ്മുടെ ഹിപ്പ് സൈസ് മാർക്ക് ചെയ്യേണ്ടത്. ഹിപ്പ് റൗണ്ട് വന്നിട്ട് 23 ഇഞ്ചാണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 എടുക്കുക, പിന്നെ അതിന് വേണ്ട ലൂസ് കൊടുക്കുക, അതിനോടൊപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ പോയിന്റ്സ് വന്ന് മുട്ടുന്ന ആ ഒരു ജോയിന്റ് ഉണ്ടല്ലോ വേസ്റ്റിൻ്റെ ഭാഗത്ത്, അവിടെ നമ്മൾ ഒരിക്കലും കൂർപ്പിച്ച് വെക്കല്, ഒരിച്ചിരി കേർവ് ചെയ്ത് വേണം അവിടെയൊക്കെ നമുക്കൊന്ന് വരച്ചെടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കെയില് വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് താഴത്തോട്ട് ആ ഒരു ലൈനിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് എ ലൈൻ ഫ്രോക്കിനൊക്കെ അത്യാവശ്യം ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് താഴത്തെ ഭാഗത്തിന് വീതി കൂട്ടി വരച്ചാൽ മതി. പക്ഷേ വേസ്റ്റിൻ്റെ ആ ഭാഗം എപ്പോഴും ഫിക്സഡ് ആക്കി വെക്കുക, താഴത്തോട്ട് ഫ്ലെയർ കൂട്ടുക കേട്ടോ. ഇനി നമുക്ക് സൈഡൊക്കെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചിലോ 2 ഇഞ്ചിലോ ഒക്കെ കയറ്റിയിട്ട് സൈഡ് ഒന്ന് കേർവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ കഴുത്താണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ ഫ്രണ്ടിൽ കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നത് 2 ഇഞ്ചാണ്. അതേപോലെ തന്നെ കഴുത്ത് അകലവും 2 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ബാക്കിൽ ഞാൻ 2 ഇഞ്ചല്ല കൊടുക്കുന്നത്, ഇച്ചിരി കയറ്റിയാണ് കൊടുക്കുന്നത്. ഒരു 1 ഇഞ്ചായിരിക്കും ഞാൻ ബാക്കിൽ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് താത്തിയിട്ട് ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാനൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ആ 1/2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ തയ്ക്കാനായിട്ടുള്ള തയ്യൽ തുമ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആം റൗണ്ട് ആണ് ഞാനിപ്പോൾ ഇന്ന് മെഷർ ചെയ്ത് നോക്കുന്നത്. അപ്പം നമ്മുടെ ഈ 2 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ 11 ഇഞ്ചൊക്കെ മതിയാകും ആം റൗണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി അവിടെ വരച്ചിരുന്ന ആം ഹോൾ ഡെപ്തിൽ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനും സ്ലോപ്പിനായിട്ടും പോയി കഴിഞ്ഞു അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ 1 ഇഞ്ച് താഴത്തോട്ടൊന്ന് ഇറക്കി വരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ആ ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആം റൗണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്നും കൂടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഈ ഷേപ്പ് ചെയ്ത് ആം റൗണ്ട് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ ആ ഒരു സ്ലോപ്പും പിന്നെ തയ്യൽ തുമ്പും മാറ്റിയിട്ട് ബാക്കിയുള്ള ലൈനൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് 5.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് 11 ഇഞ്ച് ടോട്ടൽ ആം റൗണ്ട് വരുന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ ലൈൻ ഞാൻ ഫിക്സ്ഡ് ആക്കി കേട്ടോ. അതായത് ഒന്നുമില്ല, നമ്മൾ ആദ്യം വരച്ച ആം ഹോൾ ഡെപ്തിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പിനും സ്ലോപ്പിനും വേണ്ടി പോയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ 1 ഇഞ്ച് ഒന്ന് താഴത്തോട്ട് ഇറക്കി വരയ്ക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഫ്രണ്ട് ആം റൗണ്ടും ഒരു 1/2 ഇഞ്ച് നീക്കി ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ബാക്കിൽ നമ്മൾ കഴുത്തിറക്കം 1 ഇഞ്ചാണ് കൊടുക്കുന്നത്, ഫ്രണ്ടിന് 2 ഇഞ്ചാണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിലെ കഴുത്തും അതേപോലെ തന്നെ ബാക്കിലെ ആം റൗണ്ടും
വരുന്ന രീതിയിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് ആം റൗണ്ടും ഫ്രണ്ട് നെക്കൊന്നും നമുക്കിപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് പാറ്റേണിലോട്ട് ട്രേസ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും നമ്മൾ ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫാബ്രിക്കിലോട്ട് ഇത് ട്രേസ് ചെയ്യണം. അപ്പം ഈ ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ടൊരു 1 മീറ്റർ 1.25 മീറ്ററൊക്കെ മതിയാകും. ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അത് ഇതേ ഫാബ്രിക് വെച്ചിട്ടായിരുന്നു. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തുണി കുറച്ചും കൂടെ മിച്ചം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തുണിയിൽ എ ലൈൻ ഫ്രോക്ക് ചെയ്യാമെന്ന് ഓർത്തത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫാബ്രിക് മടക്കുന്നത് ആദ്യം വിത്ത് വൈസ് മടക്കുക, അതിനുശേഷം ലെങ്ത് വൈസ് മടക്കുക. അങ്ങനെയാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ വിത്ത് വൈസ് മടക്കുക, അതിനുശേഷം നമ്മൾ ലെങ്ത് വൈസ് മടക്കുക. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ലൈനിങ്ങിൽ നമുക്ക് ആദ്യം ട്രേസ് ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്കത് മെയിൻ ക്ലോത്തിലോട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ് ചെയ്യുന്നതും അതേപോലെ തന്നെയാണ്. വിത്ത് വൈസിൽ മടക്കുക, അതിനുശേഷം ലെങ്ത് വൈസിൽ മടക്കുക. അപ്പോൾ ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ നമ്മുടെ പാറ്റേൺ വെച്ച് ട്രേസ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളപ്പം ഈ പാറ്റേൺ ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ബാക്കാണ് ട്രേസ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം നമ്മൾ ഫ്രണ്ട് ആം റൗണ്ടും ഫ്രണ്ട് നെക്കും ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ബാക്ക് ട്രേസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ആ ഒരു ഫ്രണ്ട് ആം റൗണ്ടൊക്കെ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ടല്ലോ പാറ്റേണിൽ. അപ്പോൾ അതിതാ ഈ ഒരു ട്രേസിങ് വീല് കൊണ്ട് നമ്മൾ ആ ഒരു ലൈനിന് പുറത്തുകൂടി ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ക്ലോത്തിലോട്ട് അതിൻ്റെ പാട് വീഴും. അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്കും ഞാൻ അതേപോലെ തന്നെ ട്രേസ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പാട് കാണാൻ കഴിയുന്നുണ്ടാകും. ഇതേപോലൊരു ചെറിയൊരു പാട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് പാറ്റേൺ കട്ട് ചെയ്ത് മാറ്റും, അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റും. കാരണം നമ്മൾ തുണി മടക്കിയിരിക്കുന്നത് ആദ്യം വിത്ത് വൈസിൽ, പിന്നെ അതിനുശേഷം ലെങ്ത് വൈസിലാണ് മടക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് 2 തുണി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് കട്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ ആ ഒരു ഫ്രണ്ട് ആം റൗണ്ട് ട്രേസ് ചെയ്ത പാടി കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ ഫ്രണ്ടിനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആ സെയിം സാധനം തന്നെ ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ നമ്മുടെ എ ലൈൻ ഫ്രോക്കിൽ യോക്കിൻ്റെ ഭാഗത്ത് ഇച്ചിരി പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം പ്ലീറ്റ്സിനായിട്ടും ഞാൻ ഈ ഒരു തുണിയുടെ ബോർഡർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു 49 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പം വീതി വന്നിട്ടൊരു 3 ഇഞ്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇതേപോലെ ചെറിയ പ്ലീറ്റ്സിൽ 1/2 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സിലൊക്കെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പം നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്ന ആ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഈ ഒരു പ്ലേറ്റ് വെച്ച് പിൻ ചെയ്യുക. എന്നിട്ടൊരു യു ഷേപ്പിൽ വരത്തക്ക രീതിയിലാണ് ഞാൻ ഈ ഒരു യോക്കിൽ ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും ഞാൻ ഈ ഒരു പ്ലേറ്റ്സ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്തുകൂടി ഒരു സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാണ്. ആ ഒരു പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ ലെങ്ത് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു 16 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ സ്റ്റിച്ച് ലൈൻ വന്ന ഭാഗം നമുക്ക് കവർ ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സാറ്റിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞൊരു 16.5 ഇഞ്ചിൽ ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. വീതി വന്നിട്ടൊരു 1.25 ഇഞ്ചൊക്കെ മതിയാകും. അത് ഇതേപോലെ നമ്മളൊന്ന് കവർ ചെയ്ത് ചെയ്യുക. ആദ്യം നമ്മളൊരു 1/4 ഇഞ്ചിൽ നമ്മൾ ആ ഒരു പ്ലേറ്റിന് പുറത്തൂടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതായത് നല്ല വശവും ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്കിത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, വീണ്ടും നമ്മളൊരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യും. അത് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ചിൽ മടക്കി, അതിനുശേഷം നമ്മൾ ആ ഒരു പ്ലേറ്റ് കവർ ചെയ്യുന്ന പോലെ വെച്ചിട്ട് ഒന്നുകൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാറ്റിൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബേബി ഫ്രോക്ക്, ഒരു ബലൂൺ ബേബി ഫ്രോക്ക്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ക്ലോത്ത് മിച്ചം വന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും തയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോത്ത് ഒക്കെ മിച്ചം വന്നു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആക്കാനായിട്ട് നമുക്ക് തോന്നത്തില്ല. എപ്പോഴും അതിങ്ങനെ മാറ്റി വെക്കാനായിട്ട് തോന്നും. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമുക്ക് കളയണമെന്ന് തോന്നും, പക്ഷേ കളയാനും തോന്നത്തില്ല. അപ്പം അങ്ങനെ ഇരുന്നത് കൊണ്ട് ഈ ഒരു കാര്യത്തിന് ഉപകരിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലൈനിങ് എടുക്കുക. ലൈനിങ് എടുത്തിട്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കഴുത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മുടെ കഴുത്തിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ചാണ്. അപ്പോൾ ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ഇഞ്ചിൽ പാറ്റേണിൽ കഴുത്തിറക്കവും കഴുത്ത് അകലവും
മാർക്ക് ചെയ്ത കേട്ടോ. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൽ വെച്ചിട്ട് തിരിച്ചിടുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് എഡ്ജ് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ടും ബാക്കും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിൽ ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. കാരണം കഴുത്ത് ഇത്രയും ചെറുതായതുകൊണ്ട് നമുക്ക് തല കയറാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ നമ്മൾ ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു കെട്ട് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം 2 തിന്നായിട്ടുള്ളൊരു സ്ട്രാപ്പ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സെൻറ്റർ ലൈൻ കാണുമല്ലോ, നമ്മൾ ഈ ഒരു ക്ലോത്ത് 2ആയിട്ട് മടക്കുമ്പോൾ നടുക്കുന്നൊരു സെൻറ്റർ ലൈൻ കാണുമല്ലേ, അവിടെ ഇത് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ വെച്ച് തയ്ച്ചെടുക്കുക. അതിനുശേഷം നമ്മളൊരു സ്ട്രാപ്പ് എടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച് വീതി, ലെങ്ത് വന്നിട്ട് 7 ഇഞ്ചാണ്. അതിൻ്റെ ചുറ്റും ഇതേപോലെ ഒരു 4 ഇഞ്ചിലൊന്ന് മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ബാക്കിൽ ഓപ്പണിങ്ങിൽ നമ്മൾ ഈ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടുകയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് ടോട്ടലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെയും സെൻറ്റർ കാണുക. ഇതേപോലെ ക്ലോത്ത് 2ആയിട്ട് മടക്കിയിട്ട് ഇപ്പം നമുക്കൊരു സെൻറ്റർ ലൈൻ കിട്ടുമല്ലോ. അപ്പം നമ്മൾ ഓൾറെഡി മെയിൻ ക്ലോത്തിൻ്റെ പുറത്തോട്ടായിരിക്കണം ഈ ഒരു അഡീഷണൽ സ്ട്രാപ്പ് വെക്കേണ്ടത്. ഇനി ബാക്കിൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഞാനിവിടെ ഒരു 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 6 ഇഞ്ച് നമുക്ക് കിട്ടിയ സെൻറ്റർ ലൈനാണ്. അതിന് ചുറ്റും ഒരു 4 ഇഞ്ചിൽ നമ്മളൊന്ന് വരച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ താഴ്ഭാഗത്തൊരു വി ഷേപ്പ് വരുന്ന രീതിയിൽ ഒരു ബോർഡർ പോലെ ഒന്ന് വരച്ചെടുക്കുക. അതാ ഈ ഷേപ്പിൽ. എന്നിട്ട് നമ്മൾ ഈ വരച്ചതിൻ്റെ ഔട്ട്ലൈൻസിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാൻ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ 2 സൈഡിലും ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തിരിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് സിമ്പിളാണ്, എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡാണ്. ജസ്റ്റ് അഡീഷണൽ ഒരു സ്ട്രാപ്പ് എടുത്തിട്ട് നമ്മൾ തയ്ച്ചിട്ട് മറിച്ചിടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഇതേപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊരു ഫൈനർ ലുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ പുറത്തുകൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്ട്രാപ്പ് നീക്കി വെച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ടോ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് കിടപ്പുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തുണിയുടെ റോങ് സൈഡ് എടുക്കുക. അത് ഇതേപോലെ 2ആയിട്ട് മടക്കി ഇടുക. എന്നിട്ട് നമ്മൾ ആ സ്ട്രാപ്പ് വെച്ച് തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ട് താഴത്തോട്ട് ഇങ്ങനെ ഒരു ചരിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ലായി പോകും കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ തയ്ക്കണം. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു ഫ്രില്ല് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രില്ലിൽ ഒരു 1/2 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ താത്തി വെച്ചിട്ടായിരിക്കും ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ ഫ്രില്ലും കൂടി ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകും. അപ്പോൾ അത് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് ആ ഒരു കട്ട് ചെയ്ത ഭാഗം നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതിന് നല്ല വശത്തുള്ള ക്ലോത്ത്, മെയിൻ ക്ലോത്ത് ഒരു സൈഡിലോട്ടും ലൈനിങ് ക്ലോത്ത് ഓപ്പോസിറ്റ് സൈഡിലോട്ടും ആക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ ഷോൾഡർ കിട്ടും കേട്ടോ. നമ്മൾ 1/2 ഇഞ്ചിൽ ഓൾറെഡി ആ ഒരു ഫ്രില്ല് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ നമുക്ക് 2ആയിട്ട് മടക്കിയിട്ട് വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ പഫ് സ്ലീവാണ് ഞാനിവിടെ വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്ക് ആം റൗണ്ടിൻ്റെ മെഷർമെൻ്റ് ഒന്ന് ഞാൻ അളന്ന് നോക്കുകയാണ്. അപ്പം നമുക്കൊരു 7 ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. 1 സൈഡിൽ തന്നെ നമുക്കൊരു 7 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്ലീവ് പഫ് സ്ലീവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പഫ് എടുക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം ഗ്യാപ്പ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 3 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യുന്നത് കേട്ടോ. പഫ് സ്ലീവൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇനി നമ്മൾ മെയിൻ സ്ലീവിൻ്റെ മാർക്കിങ്സ് ചെയ്യുക. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാനൊരു 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് ഞാൻ വരച്ചിട്ടുണ്ട്. നമ്മൾ ആ വരച്ച ലൈനിൽ നമ്മൾ ഓൾറെഡി മെഷർ ചെയ്തെടുത്ത വാല്യൂ 7 ഇഞ്ചായിരുന്നു അല്ലേ ബോഡിയിൽ നിന്ന്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആം റൗണ്ട് ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ 7 ഇഞ്ച് കിട്ടിയായിരുന്നു. അതിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക, അപ്പോൾ 6 ഇഞ്ച് കിട്ടും. ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് നമ്മളൊരു 2.5 ഇഞ്ച് നമ്മുടെ സ്ലീവ് ഡെപ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ 2 കോർണർ പോയിന്റ്സ് തമ്മിൽ ഞാനൊന്ന് കണക്ട് ചെയ്തൊരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. അങ്ങനെ 2 സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കണം കേട്ടോ. ഫസ്റ്റത്തെ ഒരു സെൻറ്റർ പോയിന്റ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സെൻറ്റർ പോയിന്റും കൂടെ കണ്ടുപിടിക്കുക. ഇപ്പം കണ്ടുപിടിച്ച സെൻറ്റർ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് ഒരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി നമ്മളൊരു 1.5 ഇഞ്ച് നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്തിട്ട് ഈ പോയിന്റ്സ് ഒന്ന് കണക്ട് ചെയ്തൊരു ഷേപ്പ് ആക്കി എടുക്കുക. സ്ലീവിൻ്റെ ഷേപ്പില്ലേ, ഒരു എസ് ഷേപ്പ് ആണല്ലോ, അങ്ങനെ എടുക്കുക. അപ്പോൾ ഈ 1.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിനെ ഷേപ്പ് ചെയ്ത് വരുമ്പോൾ ചിലപ്പം ആ ഒരു
ടോപ്പ് ഭാഗം ഇങ്ങനെ ഇച്ചിരി കൂർത്തിരിക്കും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച് ഒന്ന് നീക്കിയിട്ട് ഷേപ്പിങ് തുടങ്ങാൻ ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു എസ് ഷേപ്പ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആം റൗണ്ട് എത്രയാണോ അതവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്ലീവ് റൗണ്ടും ഞാൻ ലൂസ് ഉൾപ്പെടെയുള്ള കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്, അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പൊ തയ്യൽ തുമ്പ് നമ്മൾ ബോഡിയിൽ ഉള്ളിലോട്ടുള്ള വാല്യൂ ആണ് ആം റൗണ്ട് ആയിട്ട് മെഷർ ചെയ്തത്. അതുകൊണ്ടാണ് ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ അകത്തോട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ പഫ് സ്ലീവ് വരുമ്പോഴത്തേക്കും കുറച്ച് പഫായിട്ടിരിക്കണമല്ലോ. അന്നേരം നമ്മൾ ക്യാപ്പ് ഹൈറ്റ് കൊടുക്കണം. അതും ഞാനൊരു 3 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പഫ് വരുമ്പോൾ നമുക്ക് അഡീഷണൽ തുണിയും കൂടെ വേണം. അതിനാണ് 3 ഇഞ്ച് ആദ്യം ഞാൻ നീക്കി വരച്ചിട്ട് അവിടെ നിന്ന് നമ്മുടെ മെയിൻ സ്ലീവിൻ്റെ മാർക്കിങ്സ് കൊടുത്തത്. അതേപോലെ തന്നെ നമ്മൾ മുകളിലോട്ട് ഒരു 3 ഇഞ്ച് കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മളൊരു സെൻറ്റർ പോയിന്റ് കൊടുത്തായിരുന്നല്ലോ, നമ്മൾ മെയിൻ സ്ലീവ് വരച്ചപ്പോൾ നമുക്കൊരു സെൻറ്റർ പോയിന്റ് വന്നായിരുന്നല്ലോ, എസ് ഷേപ്പ് വരച്ചപ്പോൾ. ആ പോയിന്റിലോട്ട് വേണം നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്ലീവ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഡൗട്ട് ഉള്ളവർക്ക് ആ വീഡിയോ ഒന്ന് പോയി കാണാവുന്നേ ഉള്ളൂ കേട്ടോ. അത് ഞാനിവിടെ മുകളിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 3 ഇഞ്ച് മാറ്റി ഒരു ഡോട്ടഡ് ലൈൻ വരച്ചില്ലേ, ആ ഭാഗത്ത് മുകളിലും താഴെയും ഞാൻ നോച്ച് കൊടുക്കുകയാണ്. ഈ നോച്ച് കൊടുത്തതിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നോച്ചസ് കൊടുത്തത് കേട്ടോ. ഞാനത് മെയിൻ ക്ലോത്തിലോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ നോച്ചസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഇതേപോലെ പ്ലീറ്റിങ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം മുകളിലും പ്ലീറ്റ് ചെയ്തെടുക്കുക, അതേപോലെ തന്നെ താഴെയും പ്ലീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഒറിജിനൽ സ്ലീവിൻ്റെ സൈസിലോട്ട് ആക്കിയെടുക്കുക ഇതിനെ. അപ്പം അങ്ങനെ ഞാൻ 2 പഫാക്കി എടുത്തിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം സ്ലീവിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതേപോലെ മടക്കി വെച്ച് നമ്മൾ നോക്കുക. എന്നിട്ട് ആ സെൻറ്റർ പോയിന്റ് നമ്മളെ ബോഡിയുടെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് 2 വശത്തോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും സ്ലീവ് ചെയ്യുമ്പോൾ നല്ലത്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഭംഗി കൂടാനായിട്ട് താഴെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ബോർഡറിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ നമ്മുടെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസ് വെച്ചൊന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, സൈഡ് സ്റ്റിച്ച് ചെയ്യണം. അപ്പം സൈഡ് ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ച് അങ്ങ് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. വേസ്റ്റിൻ്റെ ആ ഭാഗം വരെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി വേസ്റ്റ് ലൈൻ വരച്ചായിരുന്നല്ലോ, ആ വേസ്റ്റിൻ്റെ അവിടം വരെ നമ്മളൊന്ന് 2 വശത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടം വരെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുക. ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ച് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് ആ തയ്യൽ തുമ്പിലൂടെ നമ്മൾ വേസ്റ്റിൻ്റെ ആ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ലൈനിങ് മാറ്റുക. മുൻവശത്തെയും പുറകുവശത്തെയും ലൈനിങ് നമ്മൾ മുകളിലോട്ടാക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ആ ഒരു സ്റ്റിച്ച് വന്ന് എൻഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴത്തോട്ട് നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം താഴത്തോട്ട് വരുംതോറും തയ്യൽ തുമ്പ് ഇച്ചിരി കുറഞ്ഞു വന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഫ്ലെയറിൽ കിടക്കും. അതായത് നമുക്ക് ഓൾറെഡി ലൈനിങ് മാറ്റി വെക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എവിടെയാണ് സ്റ്റിച്ച് വന്ന് നിന്നേന്ന്. അവിടുന്ന് നമ്മൾ ലൈനിങ് മാറ്റി വെച്ചിട്ട് മെയിൻ ക്ലോത്തിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ലൈനിങ് ചെയ്യണം അല്ലേ. അപ്പം ലൈനിങ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, മെയിൻ ക്ലോത്തിനെ അകത്തോട്ടാക്കിയിട്ട് ലൈനിങ് മാത്രം വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വേസ്റ്റിൻ്റെ ആ ഭാഗത്ത് 1/4 ഇഞ്ചിന് സ്റ്റിച്ച് തുടങ്ങുക. എന്നിട്ട് താഴത്തോട്ട് നമ്മളൊരു 1/2 ഇഞ്ചിലോട്ട് സ്റ്റിച്ച് ചെയ്ത് നീക്കിയാൽ മതി കേട്ടോ. മെയിൻ ക്ലോത്തിലോട്ട് നമ്മുടെ തയ്യൽ വീഴാണ്ട് നോക്കണമെന്നേ ഉള്ളൂ. നമ്മൾ മെയിൻ ക്ലോത്ത് ചെയ്തപ്പോൾ ലൈനിങ് നീക്കിയിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അതുപോലെ തന്നെ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്ത് നമ്മൾ ഉള്ളിലോട്ട് നീക്കിയിട്ടിട്ട് ലൈനിങ്ങിൻ്റെ അറ്റത്തൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം നമ്മളിത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് താഴെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും വിട്ട് കിടക്കും. അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗിയായിരിക്കും, ഒരുമിച്ച് വെച്ച് അടിക്കുന്നതിലും നല്ലതായിരിക്കും. ഇനി താഴെ ഇതേപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.